പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദന്നാസി തവാബ, ജനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും താഴ്മയുള്ള നേതാവാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ജീവിതത്തിൽ താഴ്മ കാണിക്കുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ജനങ്ങളുമായി ഇടപെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോക നേതാവായിട്ടും ജനങ്ങളുടെ ഇടയിൽ വളരെ താഴ്മയോടുകൂടിയാണ് ജീവിച്ചത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ യഹ്സിബ്ന അലഹു, അദ്ദേഹത്തിന്റെ ചെരുപ്പങ്ങാലവും പൊട്ടിക്കഴിഞ്ഞാൽ അതിനെ തുന്നിപ്പിടിപ്പിക്കുകയും സൗബഹു, വസ്ത്രം കീറിക്കഴിഞ്ഞാൽ അതിനെ വീണ്ടും തുന്നിപ്പിടിപ്പിച്ചുകൊണ്ട് ആ വസ്ത്രം ധരിച്ചു കൊണ്ടുപോകുന്ന നേതാവായിരുന്നു. വയഹ്മില മതാവു, അങ്ങാടിയിലേക്ക് പോയിക്കൊണ്ട് സാധനങ്ങൾ ചുമന്നുകൊണ്ട് വരുന്നതായ രീതിയും, വയഹ്ലി കുഷാത്തവും, വീട്ടിലുള്ളതായ ആട് അതിനെ കറന്നുകൊണ്ട് പാല് ശേഖരിക്കുന്ന ഈ ഒരു സ്വഭാവ രീതിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നു. വകാന യസിലു മൻ ഖതാഹു, ആരെങ്കിലും ചൊടിച്ചു കഴിഞ്ഞാൽ, കുടുംബബന്ധം മുറിച്ചു കഴിഞ്ഞാൽ അവരോട് കുടുംബബന്ധം ചേർക്കുന്ന നേതാവാണ്. വയുതി മൻ ഹറമു, ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം തടഞ്ഞു കഴിഞ്ഞാൽ അതിനെ നൽകുന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വയൗഫു അമ്മൻ ളലമ ഹത്താ അഫാ അമ്മൻ ശഹറ സൈഫ അലൈഹി ലിഖദ്രി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അക്രമികളായ ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാല് തൻ്റെ ശരീരത്തിലേക്ക് കൊല്ലാൻ വേണ്ടി വാളുമായി വരുന്ന ആളുകൾക്ക് വരെ മാപ്പ് നൽകിയ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതേപോലെ തന്നെ വല അയക്കത്തോ വല അഹദിൻ നബീസ്, ആരെങ്കിലും രണ്ടാൾ സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ഇടയിൽ മൂന്നാമനായി പോയിക്കൊണ്ട് അവരുടെ സംസാരത്തിനെ മുറിച്ചു കളയുന്ന സ്വഭാവ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നില്ല. ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവരുടെ സംസാരങ്ങൾ മുഴുവൻ കഴിഞ്ഞതിന് ശേഷമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കാറുള്ളൂ. യജ്ലിസു അഹ്യാനൻ ബൈന അസ്ഹാബിഹി മുഖ്തലിതൻ ബിഹിം ഹൈസു തഹാഫിഹിൽ മജ്ലിസ്, അതേപോലെ തന്നെ ഒരു സദസ്സ് അവസാനിക്കുന്നത് വരെ അവരോടുകൂടെ ഇടകലർന്നുകൊണ്ട് ഇരിക്കുന്ന നേതാവായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. തന്റെ കൂട്ടുകാരുടെ ഇടയിൽ ഇരിക്കുന്ന സമയത്ത് കാലുകൾ നീട്ടാറുണ്ടായിരുന്നില്ല. കാലുകൾ നീട്ടിക്കൊണ്ടിരിക്കുന്ന സ്വഭാവ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നില്ല. വകാന കസീറൽ ഹയാ, ഏറ്റവും കൂടുതൽ ലജ്ജയുള്ള നാണമുള്ള നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ലജ്ജ എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. വസ്സുകൂത്തു, അതേപോലെ തന്നെ സൈലന്റ് ആയിരിക്കുന്നതായ സ്വഭാവ രീതിയിൽ തങ്ങൾക്കുണ്ടായിരുന്നു. ലാ യതകല്ലമു ഫീ ഗൈരി ഹാജത്തിൻ, ആവശ്യത്തിനല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് നിമിത്തങ്ങൾ സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ സംസാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിലൂടെ നമ്മൾക്ക് ഒരുപാട് തെറ്റുകുറ്റങ്ങളും ഗീബത്തുകളും കളവും തുടങ്ങിയിരിക്കുന്നതായ തെറ്റായ കാര്യങ്ങൾ സംസാരത്തിലൂടെ വരാൻ സാധ്യതകളുണ്ട്. അല്ലാഹു തആലക്ക് വേണ്ടി അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദേഷ്യപ്പെട്ടിട്ടില്ല, ചൊടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ പിന്നൊരു സുഹൃത്തുമായി ഏതെങ്കിലും സമയത്ത് ദേഷ്യപ്പെടുകയാണെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അല്ലാത്ത വിഷയങ്ങളിൽ നമ്മൾ കോപിക്കുകയോ ചൊടിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യാൻ പാടുള്ളതല്ല. പുഞ്ചിരിയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചിരിക്കാനുണ്ടായിരുന്നില്ല. ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് എന്തെങ്കിലും രസകരമായ കാര്യങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടി ചിരിക്കുന്നതായ ഒരു സ്വഭാവ രീതി ചില ജനങ്ങളിലുണ്ട്. ആ ഒരു സ്വഭാവം അത്ര നല്ലതല്ല എന്നും അത് പുഞ്ചിരിയാണ് അവിടെ വേണ്ടത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു തആല കൂടുതൽ വിഷയങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.